നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇമോഷൻസ് ഹൈറ്റൻഡ് ആവുന്ന സമയം രാത്രിയാണ് അല്ലേ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് നമ്മളുടെ മനസ്സിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ചിന്തകളും ടെൻഷൻസും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഷഫിൾഡ് കാർഡ്സാണ് ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു 6-7 കാർഡ്സ് ഞാൻ എടുക്കും, സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ. ഏസ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ്, ഒരു കാർഡ് കൂടെ. ഓക്കെ, 7 ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്കും കൂടെ ഞാൻ എടുക്കേണ്ട മജീഷ്യൻ. ഓക്കെ, ഇവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നത്. ഒരുപാട് സ്നേഹം മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം കിങ് ഓഫ് വോൺസിൻ്റെ എനർജി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ പല ഡിസ്ട്രാക്ഷൻസിൽ, അതായത് ഇവർക്ക് ലൈഫിൽ ചോയ്സസ് ഉണ്ടായിരുന്നു, നിങ്ങളല്ലാതെ വേറെ ചോയ്സസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിങ്ങൾ മാത്രമാണ് ഇവരുമായിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ 24 മണിക്കൂറും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു യൂണിയനിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. 2-3 കാർഡ് കൂടി എടുക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളെ പ്രതി ഒരു റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലവേഴ്സ് കാർഡ്, 3 ദിവസമായിട്ട് ലവേഴ്സ് കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹത്തോടെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട്, വളരെ ഒരു സ്ട്രോങ് വിൽഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട്. റീയൂണിയൻ, നിങ്ങളുടെ അടുത്ത് ഒരു റീയൂണിയനുമായി വരുന്നതിനെ പറ്റിയിട്ടും ഇവർ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തത് അല്ലേ. ഇത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ച കാർഡ്സൊന്നുമല്ല, ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണിത്. ഓക്കെ, ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിരിക്കുക, എല്ലാം നല്ലതായി തന്നെ നടക്കുമെന്ന് വിചാരിക്കുക. ഓൾ ദി ബെസ്റ്റ്.